ഓണം, അത്തം, മാവേലി എല്ലാവരും ഓണത്തിരക്കിലാണ്. എന്നാൽ ഓണം കളർഫുൾ ആക്കാനായി ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുമുണ്ട്. ഓടും കുതിര ചാടും കുതിര കല്യാണി പ്രിയദർശനും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന ഓടും കുതിര ചാടും കുതിര ഇന്ന് ഓഗസ്റ്റ് 29 റിലീസാവുകയാണ്. കല്യാണി പ്രിയദർശനും ഫഹദ് ഫാസിലുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നതെങ്കിലും നമ്മളെ പ്രേക്ഷകരെ ഞെട്ടിച്ചത് വിനയ് ഫോർട്ടും അതുപോലെ തന്നെ ലാലിന്റെ പ്രകടനവുമായിരുന്നു. സോ ഇനി ഡയറക്ഷനിലേക്ക് വരുമ്പോൾ അൽതാഫ് സലീമിന്റെ മികച്ചൊരു ഔട്ട്പുട്ട് തരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഓടും കുതിര ചാടും കുതിര. നിസ്സാരമായി വന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായാണ് അൽതാഫ് സലീം നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. എന്നാൽ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ആളുടെ മാക്സിമം ഔട്ട്പുട്ട് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിലാണ് നമ്മുടെ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ ജിൻഡോ വർഗീസ്. നമ്മുടെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമാറ്റോഗ്രാഫി. ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ട്രെയിലർ നോക്കി നമുക്ക് അറിയാൻ പറ്റും, ട്രെയിലറും പോസ്റ്ററും അത്രയേറെ ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് വാസ് അമേസിങ്. അതിനുശേഷം എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്ക്, സം ലാഗ് വരികയോ എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയൊരു ഫീൽ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് കല്യാണിയുടെയും ഫഹദിന്റെയും കോംബോ. അതുപോലെ തന്നെയാണ് വിനയ് ഫോർട്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യത്യസ്ത തരം ആക്ഷൻസും ആ ഒരു സംഭവം വിനയ് ഫോർട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലാൽ ആണെങ്കിലും ഒരു മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ എങ്ങനെയൊക്കെയാണ് ഒരു ചെറിയൊരു സംഭവം എങ്ങനെ ആൾക്കാരിൽ ചേഞ്ച് വരുത്തും എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു രീതിയിലാണെങ്കിൽ പോലും ഒന്നുകൂടി സിനിമ കാണുന്നവർക്ക് അത് ക്ലിയർ ആവും. കാരണം ലാൽ ഒരുപാട് ത്രെഡ് നമുക്ക് സിനിമയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ആദ്യം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിരിപ്പിക്കുകയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോയി. അതിനുശേഷം സിനിമ ഒന്ന് എവിടെയൊക്കെയോ ലാഗ് വരുന്നുണ്ടായിരുന്നു. കല്യാണിയും ഫഹദും തമ്മിലുള്ളൊരു കോംബോയിൽ തുടങ്ങി സിനിമയ്ക്കിടയ്ക്ക് മറ്റാരൊക്കെയോ വന്നു പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഒരു സ്റ്റോറിയെ ഫോക്കസ് ചെയ്യാതെ മറ്റ് ആൾക്കാരിലേക്കായിരുന്നു പിന്നെ കഥയുടെ ഒരു പോക്ക്. അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കല്യാണി പ്രിയദർശന്റെ ഒരു വലിയ മികച്ചൊരു പ്രകടനം ഉണ്ടായിരുന്നു. അതിനുശേഷം കല്യാണി പെട്ടെന്ന് പോയി. ഫസ്റ്റ് ഹാഫിൽ കല്യാണിയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം പിന്നെ കല്യാണിയെ കണ്ടിട്ടില്ല. പകരം മറ്റൊരു കാസ്റ്റ് വരികയും അവരുടെ ലൈഫിലേക്കും അവരുടെ ഡ്രാമാസ് ആ ഒരു ലെവലിലേക്ക് പോയി. കാരണം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് വരണം. അതൊരു പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ആയിരുന്നില്ല. സിനിമയൊന്ന് ഡൗൺ ആയെന്ന് തോന്നിയപ്പോഴാണ് ധ്യാൻ ശ്രീനിവാസന്റെ എൻട്രി. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ തന്നു, ഇനി എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളൊരു ഫീൽ. എന്നാലും ആ ഒരു പ്രതീക്ഷ വെറുതെ ആയിരുന്നു. കാരണം ധ്യാന്റെ റോൾ അപ്പൊ തന്നെ കഴിഞ്ഞു. ലൈക്ക് ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു ധ്യാന്റെ. സിനിമയെ പറ്റി മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടം. കാരണം എന്തൊക്കെയോ പ്രതീക്ഷകൾ തരുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ അത്യാവശ്യം കോമഡികൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡാർക്ക് ഹ്യൂമർ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചിരി വരും. ഒരു ഡബിൾ മീനിങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കണ്ടൊരു കോമഡി പിന്നെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ലാഗ് ആയിട്ടാണ് പോയത്. പിന്നെ ഒരു ഡാർക്ക് ഹ്യൂമർ ആയിരുന്നു ടോട്ടലി ഉണ്ടായിരുന്നത്. കോമഡികൾ കൊണ്ടുവരാൻ ശ്രമിച്ചതായിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിനെ വേറൊരു ക്യാരക്ടർ ആയിരുന്നു സിനിമയിൽ. ടോട്ടലി ഡിഫറെന്റ് ആവാനായിട്ട് നമുക്ക് തുടക്കം കണ്ടാൽ അറിയാൻ പറ്റും. ഫഹദ് ഫാസിൽ ആ ക്യാരക്ടറിലേക്ക് വരാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഇടുന്നുണ്ട്. വ്യത്യസ്തമായൊരു ക്യാരക്ടർ ആയിരുന്നു ഫഹദിൻ്റെത് ഈ സിനിമയിൽ. സിനിമ മൊത്തത്തിലൊരു ലൂപ്പായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം മറ്റൊരു ജേണറിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം സിനിമയിലുണ്ട്. കോമഡി മാത്രമല്ല, ഫഹദിന്റെ ഒരു ക്യാരക്ടറിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലൈഫിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാതെ പോകും. അത് ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് വരുത്തുന്നു എന്നൊരു പ്രത്യേക തരം ക്യാരക്ടറായിരുന്നു ഫഹദിന്റെ. സിനിമ പിന്നെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ കാണാത്ത വ്യത്യസ്ത തരം സീനുകളും, അതായത് ഒരാളുടെ ഡ്രീം, ആള് കാണുന്ന ഡ്രീം ലൈഫിലേക്ക് എത്രത്തോളം വരുന്നു, അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ പ്രേക്ഷകരിൽ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒന്ന് കാണുകയാണെങ്കിൽ മാക്സിമം ഒന്ന് കണക്ട് ചെയ്യാനും ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആകാനുള്ള ചാൻസ്. പിന്നെ സിനിമയെ മൊത്തത്തിലായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് ആയാലും അതിൻ്റെ ഒരു ലൈറ്റിംഗ്, ആംഗിൾ, കോസ്റ്റ്യൂം എല്ലാം നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഫാക്ടർ തന്നെയായിരുന്നു. എന്നാൽ ട്രെയിലർ കണ്ട ഒരു എക്സ്പെക്ടേഷനിലേക്ക് സിനിമ എത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചിന് പറ്റിയൊരു മൂവി തന്നെയാണ് ഓടും കുതിര ചാടും കുതിര. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് പ്രണ ടാക്കീസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.